ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തിൻ്റെ 3 നിർവചനങ്ങൾ ഈ നോമ്പുകാല ധ്യാനാവസരത്തിൽ നിങ്ങളോട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 1-ാമത്തെ നിർവചനം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ 2-ാമത്തെ നിർവചനം പറയുകയാണ്. എൻ്റെ പുസ്തകത്തിൽ തലമുറകളുടെ ശാപം സത്യമോ മിഥ്യ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 2-ാമത്തെ നിർവചനം, മാമോദീസ വഴിയോ വിശ്വാസം വഴിയോ ദൈവമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർത്ത് പിശാചുമായിട്ട് നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നതാണ് പാപം. പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ മാമോദീസ വഴി അല്ലെങ്കിൽ വിശ്വാസം വഴി നമ്മളൊരു ദൈവമായിട്ട് ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്നുണ്ട്. മാമോദീസ വഴിയുള്ള ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ മാമോദീസ സ്വീകരിച്ച വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മൾ ആദ്യമായിട്ട് ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുമ്പോഴാണ്. മനുഷ്യ മക്കളായിട്ട് നമ്മൾ ജനിക്കുന്നു. അത് കഴിഞ്ഞ് ദൈവമക്കളായി നമ്മൾ വീണ്ടും ജനനത്തിലേക്ക് വരുന്ന മാമോദീസയിലൂടെയാണ്. ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ ദാസരുമായിട്ട് നമ്മൾ മാറും. ദൈവം നമ്മുടെ പിതാവായിട്ട് മാറും. നമ്മൾ സ്വർഗത്തിന് അവകാശികളായിട്ട് മാറും. സ്വർഗത്തിൽ ഉള്ള സകല അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ എല്ലാ നന്മകളും നമ്മുടെ അവകാശമായിട്ട് മാറും. അപ്പനാണ് ദൈവം, ഞാൻ മകനാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പൻ്റെ സ്വത്തിന് അവകാശിയായിട്ട് ഞാൻ മാറും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ദൈവമായി ഉണ്ടാക്കിയ മാമോദീസ വഴിയുള്ള ഉടമ്പടിയിലൂടെ എന്നിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ഒഴുകി വരും. അതിനുള്ള വഴികളെല്ലാം തുറന്നു കിട്ടി. അത് തന്നു എന്ന് കരുതി അത് എനിക്ക് കിട്ടി എന്നർത്ഥമില്ല. ഞാനൊന്നുകൂടെ പറയട്ടെ, ദൈവം മാമോദീസയിലൂടെ നമ്മിലേക്ക് ഒഴുക്കുന്ന കൃപയിൽ, ആ ഉടമ്പടി ബന്ധത്തിലൂടെ നമ്മിലേക്ക് ചൊരിയുന്ന സമ്മാനങ്ങൾ നാം അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സ്വന്തമാക്കുന്ന പ്രവൃത്തിയിലേക്ക് നമ്മൾ വരണം. നമ്മളത് ഏൺ ചെയ്യണം, നമ്മളത് സമ്പാദിക്കണം. അത് നമ്മുടെ വശത്തുനിന്ന് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവ്വം നടക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഒറ്റയ്ക്ക് അധ്വാനിച്ച് നമ്മൾ സ്വന്തമാക്കുന്നതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ജീവിക്കുന്ന വിശുദ്ധമായ കുടുംബത്തിൽ, ആ കുടുംബാംഗങ്ങളിലൂടെ ഇത് നമ്മിലേക്ക് വരും. നാം ജീവിക്കുന്ന വിശുദ്ധ സമൂഹത്തിൻ്റെ നന്മകളിലൂടെ, കൃപയുള്ള ഈ സമൂഹത്തിലെ സംവിധാനങ്ങളിലൂടെ അത് നമ്മിലേക്ക് വരും. നാം നമ്മുടെ അധ്വാനം കൊണ്ട്, ദൈവൈക്യ ജീവിതം കൊണ്ട് നേടുന്ന കൃപയുടെ കൂടെ മറ്റുള്ളവരുടെ പുണ്യങ്ങളുടെ നന്മകളുടെ ഫലങ്ങൾ നമ്മിലേക്ക് വരും. അതിന് വിശുദ്ധമായ കുടുംബാന്തരീക്ഷം വേണം. വിശുദ്ധമായ സമൂഹത്തിൽ ജീവിക്കണം. ജോലി കിട്ടി വിദേശത്ത് പോയി നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാവുന്ന ജോലി കിട്ടിപ്പോയ ഒരാൾ ആ ജോലിയൊക്കെ രാജിവെച്ച് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. വിവാഹം കഴിഞ്ഞ് കുടുംബത്തെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ അനുവാദവും കമ്പനി കൊടുത്തതാണ്. ഭാര്യയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞു, ഇല്ല അച്ഛാ, ഞാൻ കൊണ്ടുപോകുന്നില്ല ഇവരെ, ഞാനിങ്ങ് പോരുകയാണ്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വിദേശ രാജ്യത്ത് പോകാൻ ഒരു അവസരം ഒരിക്കലും കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, കുറച്ച് കാലത്തേക്ക് ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടൊന്ന് പോകും. കമ്പനി തരുന്ന ടിക്കറ്റും അവിടെ തരുന്ന ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ക്വാർട്ടേഴ്സിലൂടെ കാശ് കൊടുക്കും, ക്വാർട്ടേഴ്സ് കൊടുക്കില്ല, അതിനും കൂടെയുള്ള സാലറി എക്സ്ട്രാ കൊടുക്കും. ഓക്കെ അച്ഛാ എന്ന് പറഞ്ഞ് അങ്ങനെ ഭാര്യയെ കൊണ്ടുപോയി 1 വർഷം ഭർത്താവും ഭാര്യയും കൂടെ അവിടെ ജീവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭാര്യ തന്നെ ഭർത്താവിനോട് പറഞ്ഞു, ചേട്ടൻ തിരിച്ച് കേരളത്തിലേക്ക് വരാൻ, ഇന്ത്യയിലേക്ക് വരാനുള്ള തീരുമാനത്തോട് ഞാനും യോജിക്കുന്നു. ഇവിടെ ജോലി കിട്ടും. ഇവിടെ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഡെപ്യൂട്ടേഷനാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ആ കമ്പനി ഇവിടെ കൊടുക്കും സാലറി, അതിൻ്റെ 4-1 ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവിത ചെലവ് അവിടുത്തെ കാലം കുറവ് ഇവിടെയാണല്ലോ, അതുകൊണ്ട് ജീവിക്കാം. ഭാര്യയ്ക്കും ഭർത്താവിനും ആർത്തിയില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഞങ്ങൾ ആ താമസിക്കുന്ന സമൂഹത്തിലൂടെ ഞങ്ങളിലേക്ക് കൃപയൊന്നും വരുന്നില്ല. ഒരു ക്രൈസ്തവ കുടുംബം ഞങ്ങളുടെ പരിസരങ്ങളിലില്ല. ഒരു ക്രൈസ്തവ കൂട്ടായ്മയും ഞങ്ങളുടെ അടുത്തില്ല. പള്ളിയിൽ പോകണമെങ്കിൽ
50 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് പള്ളിയിൽ പോകണം. അവിടുത്തെ പള്ളിയിലെ കുർബാനയുടെ സമയത്ത് പോകാൻ പറ്റുന്ന വിധത്തിലല്ല എൻ്റെ ജോലി. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. പള്ളിയിൽ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഡ്രൈവിങ് അറിഞ്ഞുകൂടാ, അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല. അതുകൊണ്ട് അവളെ പള്ളി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കുഞ്ഞിതൊക്കെ കണ്ടല്ല വളരുന്നത്, വേദപാഠം ഉണ്ടാവില്ല. അതായത് പാപകരമായ ഒരു സാഹചര്യം അവിടെയുണ്ട് പല കാര്യങ്ങളിലും. അത് ഞാനിവിടെ പറയുന്നില്ല. പല മേഖലകളിലും അവിടെ പാപകര സാഹചര്യമുണ്ട്. ഈ പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ അതിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടാൽ ഒരു പക്ഷേ അവളുടെ കൾച്ചർ, സംസ്കാരം, അവളുടെ സ്വഭാവം, അവളുടെ ക്യാരക്ടർ, അവളുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം അതെല്ലാം മാറിയെന്ന് വരാം. മാതാപിതാക്കൾ ആ സുഖങ്ങളും എല്ലാം വേണ്ടെന്ന് വെച്ചാൽ ആ സമയത്ത് അവസാനം പോരാൻ നേരത്ത് കമ്പനിക്കാർ അയാളുടെ ഭാര്യയ്ക്ക് അവിടെ ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അതും വേണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഉപേക്ഷിച്ച് അയാൾ ഇങ്ങോട്ട് വന്നു. നമുക്ക് ദൈവം മാമോദീസായിലൂടെ നൽകിയ കൃപ നമ്മിൽ പെരുകാൻ, വർദ്ധിക്കാൻ, ഇത് ദൈവൈക്യത്തിലേക്ക് നമ്മൾ നയിക്കാൻ വേണ്ടി ദൈവം കുടുംബം തന്നിട്ടുണ്ട്, സമൂഹം തന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധമായ കുടുംബം, വിശുദ്ധമായ സമൂഹമാണെങ്കിൽ ആ കൃപ അവരിലൂടെ നമുക്ക് കിട്ടുള്ളൂ. ഇനി അങ്ങനെയുള്ള ഒരു സമൂഹത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, അങ്ങനെ ഒരു കുടുംബത്തിലല്ല ജീവിക്കുന്നത് കരുതുക. മാമോദീസ ഉടമ്പടിയിലൂടെ നാം ദൈവൈക്യത്തിലേക്ക് വന്ന് നാം ജീവിക്കുന്ന സമൂഹം, ജീവിക്കുന്ന കുടുംബം, എന്നെ വളർത്തിയ കുടുംബം, എന്നെ ജനിപ്പിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരൊക്കെ കൂടുന്ന ആ കുടുംബം, അവരിലൂടെ എന്നിലേക്ക് കൃപ വരുന്നില്ലെന്ന് മാത്രമല്ല തിന്മയാണ് വരുന്നതെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം? അവിടെയും വരുന്നുണ്ട്. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ അധർമ്മമുണ്ട്, അശുദ്ധിയുണ്ട്, മ്ലേച്ഛതയുണ്ട്, പൈശാചികതയുണ്ട്, ക്രമരാഹിത്യങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങളോ മാതാപിതാക്കളോ വിശുദ്ധരല്ല, അവർ പിശാചിൻ്റെ ഉപകരണങ്ങളായി തീരുന്നുണ്ട്. പലപ്പോഴും അവർ വിശ്വാസത്തിലും വിശുദ്ധിയിലും അല്ലെന്ന് കരുതട്ടെ. അങ്ങനെയുള്ള സാഹചര്യത്തിലും നമുക്ക് അവർക്ക് പകരമായി പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും അവരെയും കൂടി രക്ഷയിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു വിളി ദൈവം തന്നിട്ടുണ്ട്. അത് ഈശോ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 17:19 അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. മാത്രമല്ല നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ പാപത്തിൻ്റെ നിർവചനത്തിൽ മാമോദീസ വഴി ഉണ്ടായ ഉടമ്പടി അത് തകർക്കുകയാണ് പാപം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. എന്നിട്ടോ പിശാചുമായിട്ടൊരു നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നുണ്ട്. മാത്രമല്ല രണ്ടാമതൊരു വാക്കും കൂടി ഞാൻ കൂട്ടിച്ചേർത്തു. മാമോദീസ വഴി മാത്രമല്ല, വിശ്വാസം വഴി ദൈവമായി ഉടമ്പടി ഉണ്ടാക്കുന്നു. ഞാൻ അങ്ങനെ ഒരാളെ കണ്ടു. വളരെ മിടുക്കിയായ മെഡിക്കൽ സയൻസിൽ ഉന്നത ബിരുദം നേടിയ ജോലിയുള്ള ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരി, അനേകം ധ്യാനങ്ങൾ കൂടി. പക്ഷേ മാമോദീസ സ്വീകരിക്കാൻ കുടുംബം അനുവദിക്കുന്നില്ല. പ്രശസ്തമായ കുടുംബം, അവരുടെ കുടുംബത്തിന് മാനക്കേട് വരുത്തുന്നത് പറ്റില്ല. മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾ പലരും ഉന്നത ശ്രേണിയിലാണ്. ഞാൻ അത്ര ഇപ്പം പറയുന്നുള്ളൂ. രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലൊക്കെ അറിയപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് ഈ മകള് കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, മരിക്കുന്നതിന് മുൻപ് എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്നൊരാഗ്രഹമുണ്ട്, എനിക്കത് പറ്റുമോ അച്ഛാ? ഞാൻ പറഞ്ഞു, മോളെ, മാമോദീസ ഔദാശികമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തി ആഗ്രഹം കൊണ്ട് അവർ മാമോദീസ സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവെ വരണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഈശോ വരും. കുർബാന സ്വീകരിക്കണമെന്നാണ് ആഗ്രഹം മകൾക്ക്. ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, നിൻ്റെ ഉള്ളിൽ ഇന്ന് പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ എല്ലാ കത്തോലിക്ക കുമ്പസാരിച്ച കത്തോലിക്കര് കുർബാന സ്വീകരിക്കുമ്പോൾ വരുന്നത് പോലെ തന്നെ നിൻ്റെ ഉള്ളിൽ വരും. ഈശോയുടെ കരുണ അത്ര വലുതാന്ന് പറഞ്ഞു. സത്യമാണോ അച്ഛാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. അന്ന് രാത്രി എല്ലാവരും കുർബാന സ്വീകരിച്ച സമയമായപ്പോൾ ഈ മകൾക്ക് അസാധാരണമായൊരു ദൈവാനുഭവം ഉണ്ടായി. ശരീരം മുഴുവൻ തീ പിടിച്ചുള്ളൊരു അനുഭവം. കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന അച്ഛൻ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ കടന്നു പോകുന്ന സ്വർഗീയ ദർശനം കാണുന്നു. എന്നിട്ട് ഇവളുടെ നാവിൽ ഒരു തീക്കട്ട ആരോ വെച്ച് കൊടുത്ത പോലെ ഒരു അനുഭവം ഉണ്ടാകുന്നു. അത് നാവിൽ നിന്ന് തൊണ്ടയിലേക്ക് ഇറങ്ങി ശരീരത്തിലേക്ക്, ഉദരത്തിലേക്ക് പോകുന്ന സമയത്ത് ആ തീക്കട്ട പോലുള്ള വസ്തു ദേഹം മുഴുവനും തീ പൊള്ളിക്കുന്നത് പോലൊരു അനുഭവം നൽകുന്നു. അന്ന് എല്ലാവരും 9:30 ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയപ്പോഴും അവൾക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുന്നില്ല.
കൂട്ടുകാരിയായ ഡോക്ടർ, അത് കത്തോലിക്ക സഭയിൽപ്പെട്ടൊരു ഡോക്ടറാണ്, ആ ഡോക്ടർ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ എന്നെ വന്ന് വിളിച്ചു. ഞാൻ ഊട്ടുമുറിയിലായിരുന്നു ആ സമയത്ത്. ഞാൻ എന്നിട്ട് തിരിച്ചു ചെന്നാൽ ഞാൻ കൈ പിടിച്ച ഉടനടി അവൾ എന്നോട് പറയുന്നു, കൊച്ചുമാത്തച്ഛനല്ലേ? ഞാൻ പറഞ്ഞു അതെ. അച്ഛാ, ഈശോ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ പോലെ സംഭവിച്ചെന്ന് പറഞ്ഞു. വിശ്വാസം വഴിയോ മാമോദീസ വഴിയോ ദൈവമായി ഉണ്ടാക്കി ഉടമ്പടി തകർത്തിട്ട് പിശാചുമായിട്ടൊരു നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്ന മഹാപരാധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അനുദപിച്ച് മാപ്പപേക്ഷിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുകൊള്ളാം. ഇപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വാസം വഴിയും മാമോദീസ വഴിയും പങ്കുമായിട്ട് ചെയ്ത രക്ഷയുടെ ഉടമ്പടി തകർത്ത് പിശാചുമായ നാശത്തിൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്ന മഹാപരാധത്തിൻ്റെ കറകൾ എന്നിലുണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കളയുന്ന ഒരു ആശീർവാദം ഇപ്പോഴെനിക്ക് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.